ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് ഷോർട്ട് എസ്സേസ് ആണ്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 16 മാർക്ക്, 4 ഷോർട്ട് എസ്സേ ആണ് 4 മാർക്കിന് നിങ്ങൾക്ക് എഴുതാനുള്ളത്. 16 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന്റെ 2 തലങ്ങളെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തിന്റെ 2 തലങ്ങളാണ് നിഷേധാത്മക സ്വാതന്ത്ര്യവും ക്രിയാത്മക സ്വാതന്ത്ര്യവും. നിഷേധാത്മക സ്വാതന്ത്ര്യവും ക്രിയാത്മക സ്വാതന്ത്ര്യവും. അപ്പം നിഷേധാത്മക സ്വാതന്ത്ര്യത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാഹ്യ നിയന്ത്രണങ്ങളില്ലാത്ത സ്വതന്ത്രമായ അവസ്ഥ. ബാഹ്യ നിയന്ത്രണങ്ങളില്ലാത്ത സ്വതന്ത്രമായ അവസ്ഥ. ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുവാനും ആയിത്തീരുവാനുമുള്ള സ്വാതന്ത്ര്യം. വിലക്കുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ഒരു മേഖല സൃഷ്ടിക്കുവാനും സംരക്ഷിക്കുവാനും ശ്രമിക്കുന്നു. വിലക്കുകളൊന്നുമില്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിന്റെ മേഖല സൃഷ്ടിക്കുവാനും അത് സംരക്ഷിക്കുവാനും ശ്രമിക്കുന്നു. ഇനി ക്രിയാത്മക സ്വാതന്ത്ര്യം എന്താണെന്ന് നോക്കാം. എന്നെ ഞാൻ ഭരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. കുറഞ്ഞ നിയന്ത്രണങ്ങളിലൂടെ വ്യക്തിത്വവും കഴിവും വികസിപ്പിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉണ്ടാക്കുക. കുറഞ്ഞ നിയന്ത്രണങ്ങളിലൂടെ വ്യക്തിത്വവും കഴിവും വികസിപ്പിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഉണ്ടാക്കുക. ദാരിദ്ര്യം, ജാതിമത വർണ്ണ വിവേചനം, തൊഴിലില്ലായ്മ ഇവയുണ്ടാകാൻ പാടില്ല. ഭൗതിക വിഭവങ്ങൾ ലഭിക്കുന്നതിനും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും കഴിയണം. വിദ്യാഭ്യാസപരവും അനുബന്ധവുമായ അവസരങ്ങളും വേണം. അപ്പോൾ ഭൗതിക വിഭവങ്ങൾ ലഭിക്കുന്നതിനും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും കഴിയണം. വിദ്യാഭ്യാസപരവും അനുബന്ധവുമായ അവസരങ്ങളും വേണം. ഇത്രയാണ് സ്വാതന്ത്ര്യത്തിന്റെ 2 തലങ്ങൾ, നിഷേധാത്മക സ്വാതന്ത്ര്യവും ക്രിയാത്മക സ്വാതന്ത്ര്യവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ മതേതരത്വത്തിനെതിരെയുള്ള ഏതെങ്കിലും 4 വിമർശനങ്ങൾ. മെയിനായിട്ട് ഒരു 6 വിമർശനങ്ങളുണ്ട്. മതവിരുദ്ധത, പാശ്ചാത്യ ഇറക്കുമതി, പക്ഷത്വം, ഇടപെടൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അസാധ്യമായ പദ്ധതി. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറക്കാതെ പഠിക്കുക. മതവിരുദ്ധത എന്താണ്? ഇന്ത്യൻ മതേതരത്വം മതവിരുദ്ധമാണെന്നാണ് വിമർശകർ പറയുന്നത്. മതേതരത്വം മതപരമായ സ്വത്വത്തിന് ഒരു ഭീഷണിയാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ സ്ഥാപിത മതങ്ങളുടെ മേധാവിത്വത്തെ മാത്രമാണ് ഇന്ത്യൻ മതേതരത്വം എതിർക്കുന്നത്. ഇനി പാശ്ചാത്യ ഇറക്കുമതി. മതേതരത്വം പാശ്ചാത്യ ആശയമാണെന്നും അത് ഇന്ത്യയിൽ യോജിക്കില്ലെന്നും ഒരു കൂട്ടർ വിമർശകർ അഭിപ്രായപ്പെടുന്നു. ഇനി ന്യൂനപക്ഷത്വം. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണമാണ് ന്യൂനപക്ഷത്വം. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളാണെന്നും അതിൻ്റെ ചെലവ് മറ്റുള്ളവർ കൂടി വഹിക്കേണ്ടി വരുമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇടപെടൽ. ഇന്ത്യൻ മതേതരത്വത്തിന് നിയന്ത്രണ സ്വഭാവമുണ്ടെന്നും മതസ്വാതന്ത്ര്യങ്ങൾ അമിതമായി ഇടപെടുന്നുവെന്നും വിമർശകർ പറയുന്നു. തത്വധിഷ്ഠിത അകലം എന്ന ആശയമാണ് അത് പിന്തുടരുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇന്ത്യൻ മതേതരത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന വിമർശനം. വോട്ട് ലഭിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, എന്നാലും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ ഹനിക്കാത്ത വിധമാണെങ്കിൽ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നല്ലതാണ്. അസാധ്യമായ പദ്ധതി. മതബോധം ജനങ്ങളിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് സമാധാനത്തിൽ ജീവിക്കുക സാധ്യമല്ലെന്നുമാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വിമർശനങ്ങൾ? മതവിരുദ്ധത, പാശ്ചാത്യ ഇറക്കുമതി, ന്യൂനപക്ഷത്വം, ഇടപെടൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അസാധ്യമായ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, അന്തർദേശീയ തലത്തിൽ സമാധാനം കൈവരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വിവരിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് ശേഷം ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും തടയാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ 3 സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനകളും ഈ സമീപനത്തോട് അവർക്കും യോജിപ്പാണ്. ശക്തി സന്തുലന സമീപനം. രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുകയും അവർക്കിടയിലുള്ള മത്സരത്തെ യഥാർത്ഥമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ശക്തി സന്തുലന സമീപനം. ഐക്യരാഷ്ട്രസഭ ഈ സമീപനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അന്തർദേശീയ രാഷ്ട്രീയത്തിലെ അധികാര മത്സരങ്ങളെ ശക്തി സന്തുലന സമീപത്തിലൂടെ ലഘൂകരിക്കുക എന്ന ലക്ഷ്യമാണ് ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. പരസ്പരാശ്രയത്വ സമീപനം. പരസ്പരം ആശ്രയിക്കുക. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പരാശ്രയത്വം ആണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമൂഹ്യ സാമ്പത്തിക സഹകരണത്തിലൂടെ അന്തർദേശീയ ധാരണ വളർത്തുന്നു. ആഗോള സമാധാനം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുന്നു. ഇതും ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇതും അവർ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്.
ഇനി ആഗോള സമൂഹ സമീപനം. ദേശരാഷ്ട്രങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ആഗോള സമൂഹത്തിനാണ് ഈ സമീപനം ഊന്നൽ നൽകുന്നത്. സാർവദേശീയതയുടെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഒരു എന്താണ് ദേശരാഷ്ട്രങ്ങൾക്ക് അപ്പുറം തന്നെ ഒരു കൂടിച്ചേരുകൾ സഹകരണവും ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ, മൂന്ന് സമീപനം? ശക്തി സന്തുലന സമീപനം, പരസ്പരാശ്രയത്വ സമീപനം, ആഗോള സമൂഹ സമീപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക പൗരത്വവും ആഗോള പൗരത്വവും തിരിച്ചറിയുക. സാർവത്രിക പൗരത്വം. ഒരു രാജ്യത്തുള്ള അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും കൂടി ഉൾപ്പെടുത്തി എല്ലാവർക്കും പൗരത്വാവകാശങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സാർവത്രിക പൗരത്വം. ഇപ്പം ചില യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് രാഷ്ട്രമൊന്നും ഇല്ലാതെയായി അവർ മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി വരും. സ്വന്തമായി രാഷ്ട്രമില്ലാത്തവരാണ് ഈ അഭയാർത്ഥികൾ. ഇനി ആഗോള പൗരത്വം എന്താണ്? ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികൾക്ക് അതീതമായി ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന സങ്കല്പം. അതിർത്തിക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രശ്നങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ ആഗോള പൗരത്വത്തിൻ്റെ കഴിയുമെന്നതാണ് ഈ ആഗോള പൗരത്വത്തിൻ്റെ ഗുണം. അപ്പോൾ ആഗോള പൗരത്വം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള വ്യത്യസ്ത സമീപനം നിർദ്ദേശിക്കുക. നമ്മൾ ഓൾറെഡി ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ശക്തി സന്തുലന സമീപനം, പരസ്പരാശ്രയത്വ സമീപനം, ആഗോള സമൂഹ സമീപനം. അപ്പോൾ ശക്തി സന്തുലന സമീപനം, പരസ്പരാശ്രയത്വ സമീപനം, ആഗോള സമൂഹ സമീപനം. അടുത്തത് ജോൺ റോൾസിന്റെ നീതി സിദ്ധാന്തം പരിശോധിക്കുക. അപ്പൊ നീതി സിദ്ധാന്തം ആരുടെയെന്ന് ചോദിക്കുക, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ജോൺ റോൾസ് ആണ്. ജോൺ റോൾസിന്റെ അഭിപ്രായത്തിൽ ഭാവി സമൂഹത്തെ രൂപപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാവുകയും ആ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് അജ്ഞരായിരിക്കുകയും വേണം. അതായത് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടുമെന്ന് എനിക്ക് നേരത്തെ അറിയണമെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി സെൽഫിഷായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന് അജ്ഞരായിരിക്കുക ചെയ്താൽ നാം രൂപപ്പെടുത്തുന്ന സമൂഹം അങ്ങേയറ്റം നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഭാവി സമൂഹത്തെ രൂപപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തരാകുകയും ആ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ അജ്ഞരായിരിക്കുകയും വേണം. എന്നാലാണ് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഭാവി സമൂഹവും അതിലെ വ്യവസ്ഥകളും എങ്ങനെയാണെന്ന് അറിയാത്ത കാലത്തോളം എല്ലാവർക്കും നന്മയ്ക്കും നീതിക്കും വേണ്ടിയായിരിക്കും നാം പിന്തുടരുക. അപ്പോൾ ഭാവി സമൂഹം എങ്ങനെയാണെന്ന് അറിയാത്ത കാലത്തോളം എല്ലാവർക്കും വേണ്ടിയായിരിക്കും നമ്മൾ പിന്തുടരുക. അജ്ഞതയുടെ മൂടുപടം ജനങ്ങളെ യുക്തിസഹമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. റോൾസിന്റെ സിദ്ധാന്ത പ്രകാരം മുൻകൂട്ടി രൂപപ്പെടുത്തിയ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും ഉപരി നമുക്ക് എന്താണോ സ്വീകാര്യമായത് അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ റോൾസ് പറയുന്നത് എന്താണ്? മുൻകൂട്ടി രൂപപ്പെടുത്തിയ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും ഒക്കെ ഉപരി നമുക്ക് എന്താണോ സ്വീകാര്യമായത് അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സാമൂഹിക നന്മയും നീതിയും വിലയിരുത്താനുള്ള ഒരു സമീപനം എന്ന നിലയിലാണ് ഈ സിദ്ധാന്തത്തിനെ കാണുന്നത്. സാമൂഹിക നന്മയും നീതിയും വിലയിരുത്താനുള്ള ഒരു സമീപനം. ഇനി സാങ്കല്പികമായ അജ്ഞതയുടെ മൂടുപടം നീതിനിഷ്ഠമായ നിയമങ്ങളിലേക്ക് നയപരിപാടിയിലേക്കുള്ള ആദ്യപടിയാണ്. അപ്പോൾ സാങ്കല്പികമായ അജ്ഞതയുടെ മൂടുപടം നീതിയുടെയും നിയമത്തിന്റെയും അതുപോലെ നയപരിപാടികളിലേക്കൊക്കെയുള്ള ആദ്യത്തെ പടിയാണ്. ഇത്രയാണ് ജോൺ റോൾസിന്റെ നീതി സിദ്ധാന്തത്തിൽ പറയുന്നത്. അടുത്തത് വികസനത്തിന്റെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ചെലവുകളെ സമർത്ഥിക്കുക. അപ്പൊ സാമൂഹിക ചെലവ് എന്താന്ന് ആദ്യം നോക്കാം. വികസനത്തിന്റെ ഭാഗമായി ഉണ്ടായ വൻകിട ഡാമുകള്, വ്യവസായശാലകള്, ഖനനം എന്നിവ ധാരാളം ജനങ്ങളെ അവരുടെ വീട്ടിൽ നിന്നും ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുടിയൊഴിപ്പിക്കുകയുണ്ടായി. കാരണം ആ സ്ഥലമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഡാമുകളും വ്യവസായശാലകളും ഒക്കെ ഉണ്ടാക്കിയത്. ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ മൂലം ജനതകൾക്കുണ്ടാവുന്ന നഷ്ടമാണ് സാമൂഹിക ചെലവ്. ഇതുമൂലം ജനതകൾക്കുണ്ടാകുന്ന നഷ്ടമാണ് പദ്ധതിയുടെ സാമൂഹിക ചെലവ് എന്ന് പറയുന്നത്. കുടിയൊഴിപ്പിക്കൽ ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. കുടിയൊഴിപ്പിക്കൽ മൂലം സാമൂഹിക സാംസ്കാരിക ജീവിതം നഷ്ടമാകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കുടിയൊഴിപ്പിക്കലൊക്കെ മൂലം പദ്ധതിയുടെ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടമാണ് പദ്ധതിയുടെ സാമൂഹിക ചെലവ്. ഇനി പാരിസ്ഥിതിക ചെലവ് എന്താണ്? വികസന പദ്ധതികൾ സാമൂഹിക ചെലവ് മാത്രമല്ല പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നു. വികസന പദ്ധതികളുടെ പരിണാമഫലമുണ്ടായ പാരിസ്ഥിതിക
തകർച്ചയും അതുണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് പാരിസ്ഥിതിക ചെലവിൽ വരുന്നത്. അപ്പോൾ വികസനം മൂലം പരിസ്ഥിതിയിലുണ്ടാകുന്ന തകർച്ചയും അതുണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് പാരിസ്ഥിതിക ചെലവിൽ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടന 3 തരത്തിൽ ഭേദഗതി ചെയ്യാം, ചുരുക്കി എഴുതുക എന്ന്. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഒന്ന്, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടുള്ള ഭരണഘടനാ ഭേദഗതി, എല്ലാവരും വോട്ട് ചെയ്ത് കേവല ഭൂരിപക്ഷത്തോടെ ഭരണഘടനാ ഭേദഗതി. അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി. അല്ലെങ്കിൽ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവുമുള്ള ഭേദഗതി. അങ്ങനെ 3 രീതിയിലാണ് ഭേദഗതി ചെയ്യാൻ പറ്റുന്നത്. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ചെയ്യാം, പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷത്തോടെ ചെയ്യാം, പാർലമെന്റ് പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലേറെ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഇങ്ങനെ 3 രീതിയിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ പരിശോധിക്കുക. അത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശകാധികാരം. എന്താ ഉത്ഭവാധികാരം? സമൂഹത്തിലെ തിന്മകൾക്കെതിരെ സ്വമേധയാ കേസെടുക്കുന്നതാണ് ഉത്ഭവാധികാരം. ഇനി കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കുമ്പോൾ അത് പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. അതാണ് അപ്പീൽ അധികാരം. ഉപദേശകാധികാരം എന്ന് പറഞ്ഞാൽ പൊതുപ്രാധാന്യമുള്ള കാരണങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം. ഇത് 3ആണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി.